ചോദിച്ചിരുന്നു കണ്ടോക്കാം. പിന്നെ കുറെ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ സോ ഹാപ്പി ദാറ്റ് ഞാൻ എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റും. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. പ്രാന്താണോ? എന്താണ് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നീ എൻ്റെ അമ്മേനെ അമ്മേന്നാണ് വിളിക്കണേ, എന്തുകൊണ്ട് അമ്മായിമ്മ ആന്റി എന്ന് വിളിക്കുന്നില്ല? നീ അമ്മ പറയും, ഞാൻ അമ്മ പറയും. നീ എന്തിനാ എൻ്റെ അമ്മേനെ അമ്മേനെ വിളിക്കണേ? നിന്റെ അമ്മക്ക് കെട്ടി കഴിഞ്ഞ പിന്നെ അമ്മക്ക് അമ്മായി പറയൂലേ. നിന്റെ അമ്മ എന്റെ അമ്മ ആണല്ലോ. നിന്റെ അമ്മ എന്റെ അമ്മ ആണല്ലോ. അത് അമ്മായിമ്മ ആന്റിന്ന് വിളിച്ചാ പോരെ? അത് ഇങ്ങനെ ആന്റി പറയുമ്പോ നമുക്ക് അടുത്ത ബന്ധമല്ലല്ലോ, ദൂര ബന്ധമാണല്ലോ. അമ്മ പറയുമ്പോ നമുക്ക് ക്ലോസ് ബന്ധം, തൊട്ട് ബന്ധമാണ്, തൊട്ടടുത്ത ബന്ധമാണ്. ഇഷ്ടം. പിന്നെ എന്റെ അമ്മ മടിച്ചു പോയി കഴിഞ്ഞല്ലോ. പക്ഷെ ആ അമ്മ ഓടുണ്ടല്ലോ, ഇതുവരെ എനക്ക് പറയാനും പറ്റുന്നുണ്ട്. കാരണം ഇവിടെ ഞാൻ കെട്ടിക്കഴിഞ്ഞ അമ്മ പറയുന്നുണ്ട്. പക്ഷെ എന്റെ ചേട്ടൻ ചേച്ചിക്ക് അങ്ങനെ അമ്മ പറയുന്നു ഇതില്ല, അവസരം ഇല്ല. അങ്ങനെയാണ്. പിന്നെ ഞാൻ ലക്കി ആണല്ലോ, ഞാൻ ലക്കി ആണല്ലോ. അമ്മ ശബ്ദം, അമ്മ വേർഡ് മീൻസ് എത്ര മൂല്യമുണ്ട്. അപ്പൊ ആ മൂല്യം വേർഡ് ഞാൻ ജീവിതം മൊത്തം പറയാനും പറ്റുന്നുണ്ട്.